പുതിയ പെൻഷൻ അറിവിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഡിസംബർ 16 തിങ്കളാഴ്ച. നവംബർ മാസത്തിൽ 4800 രൂപ വരാൻ സാധ്യത അർഹതയുള്ള കൈകളിൽ മാത്രം. മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും 4800 രൂപ ബാങ്ക് അക്കൗണ്ടിലെത്തും എന്നാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് വരുന്ന വാർത്തകൾ. 4200 എത്തിയില്ലെങ്കിലും 3200 ഉറപ്പാണ്. നാളെ, അതായത് 17-ാം തീയതി ചൊവ്വാഴ്ച 1200 കോടി കടമെടുക്കാൻ വേണ്ടി ധനവകുപ്പ് തീരുമാനിച്ചു. അപ്പം എന്തായാലും 3200 ഉണ്ടാവും എന്ന് ഉറപ്പാണ്. പിന്നെ ഒരുപാട് പേര് പെൻഷൻ പട്ടികയിൽ നിന്ന് 2025 പുറത്തായേക്കാം. കാരണം അന്വേഷണമൊക്കെ വരുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പിന്മാറാനൊരു അവസരം തന്നിട്ടുണ്ട്. അർഹതയില്ലെങ്കിൽ നിങ്ങൾ പിന്മാറുക, ഇല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാവും. പഞ്ചായത്ത് പേര് ഇട്ടിട്ട് നിങ്ങൾ സ്വയമേ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താവുകയാണെങ്കിൽ നിങ്ങളുടെ പേരിൽ നടപടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. പിന്നെ ഫേസ് മാസ്റ്ററിങ് ഒക്കെ 2025 ഉൾപ്പെടുത്തും. ക്ഷേമ പെൻഷൻ കൂട്ടാൻ പോകുന്നു. അടുത്ത സന്തോഷകരമായ വാർത്തയാണ്. ക്ഷേമ പെൻഷൻ കൂട്ടാൻ പോകുന്നു. 2025 ബജറ്റിലാണ് ഇതിനെ പറ്റിയുള്ള പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എന്തായാലും നവംബർ മാസം 4800 രൂപ ഉണ്ടാവുമെന്നാണ് വാർത്ത. ഇനി അതില്ലെങ്കിൽ 3200 എങ്ങനെ ഉണ്ടാവും. മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും. എല്ലാ മാസവും 1 തൊട്ട് 20 വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുണ്ട്. വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ ഒക്കെ ഈ ഡിസംബർ കിട്ടും. പിന്നെ ഭിന്നശേഷി പെൻഷൻ എന്ന പ്രത്യേക ആനുകൂല്യം 2025 കിട്ടാൻ പോവാണ്. ഭിന്നശേഷിക്കാർക്ക് മാത്രം 2000 രൂപ ആക്കാൻ പോവാണ്. എല്ലാ ഇലക്ഷന് മുന്നിൽ കണ്ടാണ് സർക്കാർ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം എന്തായാലും 100-200 രൂപ സാധാരണക്കാർക്ക് പെൻഷൻ വർദ്ധിച്ചേക്കാം. പെൻഷൻ ഭിന്നശേഷിക്കാർക്ക് 2000 ഇതിലേക്ക് എത്തിയേക്കാം. അപ്പം ഇതൊക്കെയാണ് വാർത്ത. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. 3200 എന്തായാലും ബാങ്ക് അക്കൗണ്ടിനും കൈകളിലും ഈ 20-ാം തീയതി കഴിയുമ്പോൾ വന്നു കയറി. 20-ാം തീയതിക്ക് മുമ്പ്. അപ്പം എല്ലാവരും ഈ ചാനൽ അവസാനമായി പെൻഷൻ വിതരണം ചെയ്ത് നവംബർ 6-നാണ്. ഇനി കുടിശ്ശിക 4 മാസത്തെ ഉണ്ടെങ്കിൽ പോലും ഈ മാസം 3 മാസം ഉണ്ടാവുമെന്നാണ് വാർത്ത. കാരണം മുംബൈ പോർട്ട് ഓഫീസിൽ OPT ബാങ്ക് വഴി 3000 കോടിയോടെ കടമെടുക്കാൻ തീരുമാനിച്ചു സർക്കാർ. അപ്പം എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ സർക്കാർ അഭിപ്രായം ഈ ചാനലിനൊന്ന് ബെല്ലൈക്കൻ അമർത്തി കാത്തിരിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണം.